എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട്. മർക്കോസ് 2:10. ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഭൂമിയിൽ മനുഷ്യരുടെ പാപങ്ങളെ മോചിപ്പിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിന് അധികാരം ഉണ്ട് എന്ന് താൻ തന്നെ പറയുകയാണ്. പാപങ്ങളെ മോചിപ്പിക്കാനുള്ള അധികാരം. എന്താണ് പാപം? ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ നാം ചെയ്യുന്നതെന്തോ അതാണ് പാപം. സൃഷ്ടാവായ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് എൻ്റെ നന്മയ്ക്കായുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് എന്നെ പരിശുദ്ധ ആത്മാവിനാൽ വഴി നടത്താൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ തൻ്റെ വചനങ്ങളിലൂടെ എന്നോട് സംസാരിക്കുന്നു. ഞാൻ ഈ വചനത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ അത് പാപം ആകുന്നു. ഈ പാപം മോചിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ പാപം ക്ഷമിക്കാൻ പിതാവായ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോഴിതാ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പിക്കാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട്. യേശുക്രിസ്തു ദൈവമാണ്, പാപങ്ങളെ മോചിപ്പിക്കാൻ അധികാരമുള്ള ദൈവം. ദീനക്കാർക്കല്ലാതെ സൗഖ്യമായുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. കർത്താവായ യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ നീതിമാന്മാരെ തേടി വന്നതല്ല, ഞാൻ വന്നത് പാപികളെ തേടിയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ ജീവിതം താറുമാറായിപ്പോയ, ശാപത്തിലായിപ്പോയ, പിശാചിൻ്റെ അടിമത്തത്തിൽ ആയിപ്പോയ നിസ്സഹായരായ മനുഷ്യർക്ക് മറ്റൊരത്താണിയില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ നമ്മുടെ സകല പാപങ്ങളെയും മോചിച്ച് നമ്മെ ഓരോരുത്തരെയും ദൈവമക്കളാക്കി സ്വർഗീയ മഹിമാധനത്തിൻ്റെ അവകാശികളാക്കി തീർക്കുകയാണ്. നാം മക്കളാകുമ്പോൾ നാം സകലത്തിൻ്റെയും അവകാശികളും ആയിത്തീരുന്നു. ക്രിസ്തുയേശുവിലൂടെ പാപം മോചിക്കപ്പെട്ട് പിതാവായ ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ അനുഗ്രഹപ്രദമായൊരു ജീവിതം നയിക്കുവാൻ ക്രിസ്തുയേശു നമ്മെ ക്ഷണിക്കുകയാണ്. നാം ഒന്നും ചെയ്യേണ്ടതില്ല. നാം എന്തെങ്കിലും പ്രവൃത്തികളിലൂടെ ഈ പദവിയിലേക്ക് എത്തുകയല്ല. കർത്താവായ യേശുക്രിസ്തു നമുക്കായി സകലതും ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൻ നമ്മെ വഴി നടത്തും. ദൈവം നമുക്കായി മുന്നൊരുക്കി വച്ചിരിക്കുന്ന ആ പാതയിലൂടെ സഞ്ചരിച്ച് നമുക്കും ജയാളികളായി തീരാം.